Call is deeply regretted. कृपया ध्यान दीजिए परिणाम। എന്തായാലും ഈ വ്ളോഗ് എങ്ങനെ തുടങ്ങണമെന്ന് എനിക്കറിയില്ല. എൻ്റെ വ്ളോഗിംഗ് ലൈഫിന് ഒരു തുടക്കം കുറിച്ച് എന്നിട്ട് അവനവൻ്റെ ജോലി സ്ഥലത്തേക്ക് പോവുകയാണ്. നിങ്ങൾ കണ്ട എൻ്റെ വ്ളോഗിലെ മനോഹര ദൃശ്യങ്ങളെല്ലാം അവൻ്റെ കൈകളിലൂടെയായിരുന്നു. അപ്പോൾ ഇറ്റ്സ് ബിജോ, എൻ്റെ കൂടെ ജീവനുണ്ട്. അവനെ യാത്രയാക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ കൊല്ലത്തെത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ. വേണ്ട നമ്മുടെ വന്ദേ ഭാരത് പോകുന്നു. ഒരിക്കലെങ്കിലും അതിൽ കയറണം. കൊല്ലത്തെ റെയിൽവേ സ്റ്റേഷനൊരു പ്രത്യേകതയുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്ലാറ്റ്ഫോമുകളുള്ള ഒരു റെയിൽവേ സ്റ്റേഷൻ കൂടിയാണ് കൊല്ലത്തെ റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ അവൻ്റെ ട്രെയിൻ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് അവനെ യാത്ര അയക്കാം. എന്നിട്ട് കൊല്ലം ബീച്ച് ഒന്ന് കണ്ട് തിരിച്ച് വീട്ടിലേക്ക് പോകാം. ഇനി മുതൽ എല്ലാം അങ്ങോട്ട് എൻ്റെ സോളോ ട്രിപ്പാണ്. ഇതുവരെ അവൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ നിൽക്കുന്നത് ഇപ്പം നമ്മുടെ കൊല്ലം ബീച്ചിലാണ്. ഇതാണ് കൊല്ലം ബീച്ചിൻ്റെ മനോഹരമായ ദൃശ്യം. വൈകുന്നേരങ്ങളിൽ കൊല്ലത്തുള്ളവർക്ക് സമയം പോക്കാൻ ഇവിടെ വന്നിരുന്നാൽ മതി. വേറെ എങ്ങോട്ടും പോകുന്നു. കൊല്ലം ബീച്ചിന് മഹാത്മാഗാന്ധി ബീച്ച് എന്നുകൂടി ഒരു വിളിപ്പേരുണ്ട്. പണ്ടുകാലത്ത് പോർച്ചുഗീസുകാരും ഡച്ചുകാരും ചൈനക്കാരും ഒക്കെ നങ്കൂരമിട്ടുന്ന ഒരു തുറമുഖമായിരുന്നു കൊല്ലം തുറമുഖം. അതിനോട് ചേർന്നാണ് നമ്മുടെ കൊല്ലം ബീച്ച് ഉള്ളത്. ഈ പ്രതിമയാണ് കൊല്ലം ബീച്ചിനെ സൗന്ദര്യമാക്കുന്ന മറ്റൊരു കാര്യം. ഇവിടെ കുട്ടികൾക്കും ഫാമിലിക്കും ഒരുപോലെ എൻജോയ് ചെയ്യാൻ കഴിയും. ഈ പ്രതിമയ്ക്ക് ബാക്കിൽ കാണുന്നത് മഹാത്മാഗാന്ധി പാർക്കാണ്. ഇവിടെയും നമുക്ക് നമ്മളെ സമയം സ്പെൻഡ് ചെയ്യാം. വേസ്റ്റൊക്കെ ഇടാനായി ഇവിടെ കൊല്ലം കോർപ്പറേഷൻ പ്രത്യേക സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. കൊല്ലം ബീച്ചിലെ മണലുകൾക്ക് സ്വർണത്തിന്റെ നിറമാണ്. ഇവിടെ വന്നാൽ സൂര്യന്റെ അസ്തമയവും ഉദയവും വളരെ അടുത്ത് കാണാൻ കഴിയും എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. കൊല്ലം ബീച്ചിൽ നിന്ന് ഒരു 2 കിലോമീറ്റർ സഞ്ചരിച്ചാൽ തങ്കശ്ശേരി വിളക്കുമാടത്തിലെത്താം. നിങ്ങൾ കുറച്ചു നേരം ബീച്ചിന്റെ ഭംഗിയൊക്കെ ആസ്വദിക്കുക. ഇന്ന് ഇത്രയേ ഉള്ളൂ. ബീച്ചിനെ പറ്റി കൂടുതൽ പറയാൻ എന്താ ഉള്ളത്?
സാധാരണ ഉള്ള ബീച്ചുകൾ പോലെ കൊല്ലം ബീച്ചിൽ ഇറങ്ങി കുളിക്കാൻ കഴിയില്ല. ഇന്നെന്തായാലും ഇവിടെ അടച്ചിട്ടിരിക്കുകയാണ്. കടൽ വലിയ ദേഷ്യത്തിലാണെന്ന് തോന്നുന്നു. ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ആയിരുന്നു. എൻ്റെ കയ്യിലുണ്ടായിരുന്ന സാമ്പ്രാണിക്കുടിയുടെ വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് അബദ്ധത്തിൽ ഡിലീറ്റ് ആയിപ്പോയി. അപ്പോൾ ഇന്നൊരു വീഡിയോ ഇടേണ്ടതെന്ന് വെച്ചിട്ട് ഞാൻ പെട്ടെന്ന് ഇതിനെ എഡിറ്റ് ചെയ്ത് ഒരു വ്ലോഗ് ആക്കിയതാണ്. സാമ്പ്രാണിക്കുടിയുടെ വീഡിയോയിൽ ഞാനൊരു ഗീവ് അവേ ഒക്കെ പറഞ്ഞിരുന്നു. സാരമില്ല, മറ്റൊരു വീഡിയോയിൽ ഇനി നല്ലൊരു ഗീവ് അവേയുമായി ഞാൻ വരുന്നതായിരിക്കും. അതുവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യും. ഇനി എൻ്റെ ചാനൽ സബ്സ്ക്രൈബേഴ്സിനോടാണ്. ദയവായി നിങ്ങൾ എൻ്റെ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ഒന്നെടുത്ത് വ്യൂ ചെയ്യണേ. ഒരു ചെറിയ യൂട്യൂബറെ ഒന്ന് വളർത്തിക്കൊണ്ടുവരാൻ നിങ്ങൾക്ക് മാത്രമേ കഴിയൂ. അപ്പോൾ ഉറപ്പായും നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം.